6 വർഷം മുമ്പ് നേർന്ന ഒരു യാത്രയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. വേളാങ്കണ്ണിയിലേക്കാണ്. ഞങ്ങൾ ആക്ച്വലി വന്നിട്ട് 2-3 ആഴ്ച ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഐഡിയ ആണ്, ഒരു സൈഡ് 500 കിലോമീറ്റേഴ്സ് അല്ലേ ഉള്ളൂ, നമുക്ക് ഒരുമിച്ച് കാറിലങ്ങ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 അഡൽട്സും 3 പിള്ളേരും കൂടെ യാത്ര തിരിച്ചു. ഫെബ്രുവരി 7 ഉച്ചയൂണും കഴിഞ്ഞ് ഇറങ്ങി. നല്ല യാത്രയായിരുന്നു. തുടക്കത്തിൽ തന്നെ തൃശ്ശൂർ ബ്ലോക്കൊന്നും കിട്ടിയില്ല. ബോർഡർ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഒരു റീഫ്രഷ്മെൻറ്റ് ചായയും ദോശയൊക്കെ കഴിച്ചു. പിന്നെ രാത്രി ഒരു 9-9:30 ആയി കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേക്ക് ചെന്നപ്പം. നമ്മൾ താമസിച്ചത് ട്രിച്ചിയിലൊരു ഹോട്ടലാണ്. അതത്ര നന്നായി തോന്നിയില്ല, അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്പിങ്സ് ഇടാച്ചത്. ഭക്ഷണമൊക്കെ അപ്പം നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തത്. പിറ്റേന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് പോവാണ്. ഈ യാത്രയിൽ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ റോഡ്സ് മച്ച് ബെറ്റർ ആണ്. പക്ഷെ സൂക്ഷിക്കേണ്ട ഇതുപോലത്തെ ഹെൽമെറ്റ് വെക്കാത്ത റൈഡേഴ്സ് ഉണ്ട്. പിന്നെ റാഷ് ഡ്രൈവിങ്ങും ഇച്ചിരി കൂടുതലാണ്. ഈ കാണുന്ന ക്യാമ്പസ് ട്രിച്ചി NITയുടെ കേട്ടോ, തിരുന്നു പറയട്ടെ. റോഡ് നന്നാവുന്നതിനനുസരിച്ച് ടോളും കൂടുതലുണ്ട് കേട്ടോ. പക്ഷെ ആ ടോള് കൊടുക്കുന്ന രൂപയുടെ മൂല്യം ആ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നതുകൊണ്ട് ആ സങ്കടം അങ്ങ് മാറി കിട്ടും. രാവിലെ 7-7:30 ആയപ്പോൾ ഇറങ്ങിയോണ്ട് എല്ലാവർക്കും വിശന്നു. അപ്പോൾ 9-9:30 ആയപ്പോഴത്തേക്കും അടയാർ ആനന്ദഭവൻ എന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചു. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത്. പിന്നെ ലഡു ആൻഡ് ഹൽവ എൻ്റെ മക്കളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ കുറച്ച് പിള്ളേർക്ക് വാങ്ങി. അവർക്ക് എന്ത് വാങ്ങിയാലും അതിൻ്റെ ഒരു പങ്ക് നമുക്കുള്ളതാണല്ലോ. ലഡുവിൻ്റെ പൊടിയൊന്നും കാറി കളയാൻ പറ്റില്ല എന്ന് അപ്പനോ അപ്പാപ്പനും തീർത്ത് പറഞ്ഞുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ അത് കഴിച്ചു തീർത്തു. അങ്ങനെ നിറഞ്ഞ മനസ്സും വയറുമായിട്ട് യാത്ര മുന്നോട്ട് തന്നെ. നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുംഭകോണത്തും പോകണം കേട്ടോ. അവിടെ ഒത്തിരി ഹാൻഡ്ലൂം കോട്ടേജ് ഇൻഡസ്ട്രി ഉണ്ട്. നല്ല സാരിയൊക്കെ കിട്ടുന്ന കേട്ടെ. ഞങ്ങൾക്ക് സമയം കുറവ് മൂലം അവിടെ വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. തൃശ്ശൂർ ടു വേളാങ്കണ്ണി പോകുമ്പം ഞങ്ങൾക്ക് 8 ടോൾ ബൂത്ത്സ് കിട്ടിയായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ വേറെ റൂട്ടായതുകൊണ്ട് അത്രയും വന്നില്ല. ചില റോഡ് സൈഡ് വ്യൂ കാണുമ്പോൾ നമ്മൾ ഓർക്കും കേരളത്തിൽ തന്നെയാണോന്ന്. പാടവും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പാണേ. റോഡ് ഇത്ര നല്ലതാവുമ്പോൾ ചേട്ടനൊരു ടെൻഡൻസി ഉണ്ട് ആക്സിലറേറ്റ് ചെയ്ത് പോകാൻ. പിന്നെ ഞങ്ങളുടെ അഭ്യർത്ഥനയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്നുള്ള പപ്പയുടെ ഭീഷണിയും കാരണം സ്പീഡ് ലിമിറ്റിൽ തന്നെയാണ് പുള്ളി വണ്ടി ഓടിച്ചത്. അങ്ങനെ ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് എത്തുകയാണ് കേട്ടോ. ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. നല്ല റഷുമാണ്, അസഹനീയമായ ചൂടുമാണ്. എനിവേ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വേളാങ്കണ്ണി മാതാവിനെ മദർ ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആരോഗ്യ മാതാവ്. അതായത് വല്ല അസുഖങ്ങളോ തീരവ്യാധികളോ അല്ലെങ്കിൽ ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാധ്യസ്ഥ അപേക്ഷിക്കുന്നത് മാതാവിനോടാണ്. ഈ കാണുന്ന വലിയ പള്ളിയാണ് ബസിലിക്ക. ഇവിടെ തന്നെ 3-4 സെക്ഷൻസ് ഉണ്ട്. ഒരു ദിവസം തന്നെ പല ഭാഷകളിലായി പല സമയങ്ങളിൽ കുർബാന നടക്കും. അത് ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും അറ്റ് എ ടൈം തന്നെ ഡിഫറെൻറ്റ് മാസസ് ഉണ്ട്. അപ്പം നമുക്ക് പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജിലുള്ള സർവീസസ് നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്ന് പള്ളിയിലെത്തിയപ്പോഴത്തേനും ഗ്രൗണ്ട് ഫ്ലോറ് മുഴുവൻ നല്ല റഷായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയായി. അപ്പോൾ ഞങ്ങൾ റാമ്പിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം സാറ്റർഡേ മലയാളം മാസം ഇല്ല എന്നാണ് കണ്ടത്. അപ്പം പള്ളിയിൽ കയറി കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പം ഒരു സംഘം നൺസും പ്രീസ്റ്റും വന്നിട്ടുണ്ട് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ കേരളത്തിൽ നിന്നായതുകൊണ്ട് ഒരു സ്പെഷ്യൽ മലയാളം കുർബാനയുണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾക്ക് തുടക്കം തൊട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നല്ല സംതൃപ്തിയോടെയാണ് പള്ളിയിൽ നിന്ന് ഞങ്ങൾ മടങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഈ കോമ്പൗണ്ടിലുള്ള മറ്റ് കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഉച്ച ചൂടിൽ അതൊന്നും സാധിച്ചില്ല. പിള്ളേരെല്ലാം ടാൻട്രംസ് ഇറക്കി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഈവൻ ഞങ്ങളും കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ നമ്മൾ തഞ്ചാവൂരിലേക്ക് പോരുക ചെയ്തത്. അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി. വൈകുന്നേരം തഞ്ചാവൂർ എത്തി, റൂം എടുത്തു, നേരെ തഞ്ചാവൂർ ടെമ്പിളിലേക്ക് ഓടി. പക്ഷേ സാറ്റർഡേ ഈവനിങ് ആയതിൻ്റെ ആണോ എന്ന് അറിയില്ല, നല്ല റഷായിരുന്നു. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് സ്ലോട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ചേട്ടനും സിസ്റ്റർ ഇൻ ലോയും പപ്പയും വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട്
പാർക്കിംഗ് തപ്പി നടന്നു. ഞാനും മക്കളും അമ്മയും പുറത്തിറങ്ങി. അമ്മ പക്ഷേ കോവിലിൻ്റെ അകത്തേക്ക് കയറിയില്ല കേട്ടോ. കാരണം ഒന്നാമത് ഇരുട്ടാണ്, പിന്നെ തിരക്കിൻ്റെ ഇടയിൽ നടക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് ഓർത്തിട്ട്. അകത്ത് പക്ഷേ വേറെ തന്നെ ഒരു ഫീലാണ്. ആ ഡിവൈൻ ആയിട്ടുള്ള അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ പൂജകളും ആരതിയൊക്കെ കഴിഞ്ഞതിൻ്റെ പ്രാർത്ഥനാ മന്ത്രങ്ങളും ആൾക്കാർ റിലാക്സ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം. ശരിക്കും നമ്മൾ വൈകുന്നേരങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്പേസിൽ പോയി ഇരുന്നാൽ തന്നെ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നതാണ് എൻ്റെ വിശ്വാസം. കൂടെ വന്നവർ കയറാനിട്ട് എന്തോ ഒരു തൃപ്തിയില്ലാതെയാണ് ഞാൻ മടങ്ങിയത്. പക്ഷെ ആ സങ്കടം തീർക്കാൻ പിറ്റേന്ന് ഞാനും ആമയും അമ്മയും കൂടെ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി നല്ല കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ ഉടുത്തിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് വന്നു. ബൃഹദേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ പെരുവുടയ്യാർ കോവിൽ അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ ഓഫ് തഞ്ചാവൂർ എന്നൊക്കെയാണ് ഈ ടെമ്പിൾ അറിയപ്പെടുന്നത്. ഇത് യുനെസ്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഒന്നാണ്. ആൻഡ് ദിസ് വാസ് ബിൽഡ് ഇൻ 1010 AD by Rajaraja Chola. This temple is dedicated to Lord Shiva. Once you enter the complex, you will see a very mighty statue of Nandi. ഒരു സേക്രഡ് ബുള്ളാണ് ലോർഡ് ശിവയുടെ. ഒരു സിംഗിൾ റോക്കിന്ന് കാർവ് ചെയ്തെടുത്ത ആ നന്ദി സ്റ്റാച്യു 25 tons ആണ് വെയ് ചെയ്യുന്നത്. ഇത് ചോള ഡൈനാസ്റ്റിൻ്റെ ഹൈസ് ആൻഡ് ലോസിനെ കുറിച്ചിട്ട് ഉള്ള ഹിസ്റ്ററിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ടെമ്പിൾ കോംപ്ലക്സിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നമുക്ക് വളരെ പീസ്ഫുൾ ആൻഡ് കാം ആയിട്ട് ഫീൽ ചെയ്യും. ഇത് അവിടുത്തെ പ്രസാദത്തിൻ്റെ കൗണ്ടറാണ് കേട്ടോ. അവിടുന്ന് ആൾക്കാർ മേടിക്കുന്നുണ്ട്. പിരമിഡിൻ്റെ ഷേപ്പിലുള്ള ആ സ്ട്രക്ചറിനെയാണ് വിമാനം എന്ന് പറയുന്നത്. വിമാന 66 meters ആണ് അതിൻ്റെ ഹൈറ്റ്. ഇതിപ്പോൾ നമ്മൾ മെയിൻ ഡെയിറ്റിയുടെ ദർശനത്തിന് പോകുന്ന വഴിയാണിത്. വലിയൊരു ഹ്യൂജ് ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമ്മൾ ക്യൂ നിന്നെങ്കിലും ഒത്തിരി സമയം എടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ ദർശനത്തിന് വെയിറ്റ് ചെയ്തില്ല, പിന്നെയും പുറത്തേക്ക് ഇറങ്ങുക ചെയ്തത്. ടെമ്പിളിൻ്റെ അകത്തും പുറത്തും ഒരേപോലെ തന്നെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. അതും യൂസ് ചെയ്തിരിക്കുന്നത് പ്യുവർ ഗ്രാനൈറ്റ് ആണ്. വേറൊരു പ്രത്യേകത, ഈ വിമാനയുടെ മുകളിൽ ഒരു സിംഗിൾ സ്റ്റോൺ ഒരു ഡോം ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. കുംഭം എന്നാണ് അതിന് പറയുന്നത്. അത് 80 tons ആണ് ആ സിംഗിൾ സ്റ്റോണിൻ്റെ വെയിറ്റ്. വേറൊരു കാര്യം, ഈ വിമാനത്തിൻ്റെ ഷാഡോ മിഡ് ഡേയിൽ പോലും എവിടേക്കും വരില്ല. അങ്ങനെ പ്രിസൈസ്ഡ് ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷനിലാണ് ഈ ഹോൾ ടെമ്പിൾ ഉള്ളത്. ഈ ടെമ്പിളിന് ചുറ്റുമുള്ള ഈ വാള് പോലെ കൺസ്ട്രക്ട് ചെയ്തതിൽ കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഓരോ കമ്പാർട്ട്മെൻറ്റ്സിലും ശിവലിംഗംസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തഞ്ചാവൂർ ടെമ്പിളിൻ്റെ പ്രൗഢി കണ്ട് നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ വിട വാങ്ങി തിരിച്ചിനി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തമിഴ് സ്റ്റൈൽ കല്യാണം കണ്ടു. ഇച്ചിരി റിച്ച് സെറ്റപ്പാണെന്ന് തോന്നുന്നു. തഞ്ചാവൂർ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബോംബെ സ്വീറ്റ്സിൽ പോയി ചെറിയ രീതിയിൽ ഒരു പർച്ചേസ് നടത്തിയിട്ട് തിരിച്ചിനി വീട്ടിലേക്ക്. ഇനി ഫർദർ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. പ്ലീസ് ക്ലിക്ക് ഓൺ ദ സബ്സ്ക്രൈബ് ബട്ടൺ ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് യെറ്റ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. തിരിച്ചുള്ള യാത്രയിൽ മിക്കവാറും ടൗൺസൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ടോൾസും കുറവായിരുന്നു. ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ എനിക്ക് കുറച്ച് ഡ്രൈവ് ചെയ്യാനും ചാൻസ് കിട്ടി. ആദ്യമായിട്ട് ഇന്നോവ ഓടിക്കുന്നതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തും അതിലിരിക്കുന്നതിൻ്റെ സങ്കോചം മറ്റുള്ളവരുടെ മുഖത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. ലഞ്ച് ദിണ്ടുകൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങോട്ടേക്കൊന്നും ഞങ്ങൾ പോയില്ല. ചേട്ടന് ഡീറ്റോർ ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ബിരിയാണി റെസ്റ്റോറൻറ്റ് കണ്ടു. കുറച്ച് പേര് മീൽസ്, കുറച്ച് പേര് ബിരിയാണി ഓർഡർ ചെയ്ത് ഡിഫറെൻറ്റ് കറിയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഈ ചവ്വരി കൊണ്ടുള്ള ഡെസേർട്ടാണ്. അതൊരു ദിവസം നമുക്ക് റെസിപ്പി വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പം കോയമ്പത്തൂർക്കുള്ള ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 kilometer സ്ട്രെയിറ്റ്. പിള്ളേരൊക്കെ ഉറങ്ങി.
ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു പോകുമ്പോൾ പൊള്ളാച്ചി വഴിയാണ് പോയത്. അപ്പോൾ ഒത്തിരി ഫാമിംഗ് ലാൻഡ്സ് കാണാൻ പറ്റി. പിന്നെ പൊള്ളാച്ചിയോട് അടുത്തപ്പോഴത്തേക്കും ഒത്തിരി വിൻഡ് മിൽസും പിന്നെ സോളാർ പാനൽസും ഒക്കെ കണ്ടു. അപ്പം റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ സാധ്യതയൊക്കെ യൂസ് ചെയ്യുന്നത് കാണുന്നു. സോ ഈ ട്രിപ്പ് എന്തായാലും ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.